ഹായ്. എത്ര ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഇനി ഒരു റിയാക്റ്റീവ് വീഡിയോ ചെയ്യൂല എന്ന് വിചാരിക്കും. പക്ഷെ കണ്ണിൻ്റെ മുമ്പിൽക്ക് അത്തരത്തിലുള്ള വീഡിയോസ് മാത്രമാണ് കയറി വരുന്നത്. എന്ത് ചെയ്യാനാ? കാണുമ്പോൾ ഉമ്മ പറയുന്ന പോലെ ഒപ്പത്തിന് ഉള്ള കാര്യങ്ങളല്ല ചെയ്യുന്നത്, തരത്തിന്, അങ്ങനെ പറയാം അല്ലേ, നമ്മുടെ തരത്തിനുള്ള കാര്യങ്ങൾ അല്ല പറയും പ്രവർത്തിക്കും ചെയ്യുന്നത്. അപ്പം അത് കാണുമ്പോൾ നമ്മൾക്കും പ്രതികരിക്കണം എന്ന് തോന്നിപ്പോവും. ഏതൊരു ഇന്ത്യക്കാരനായിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു മുസൽമാനായിക്കോട്ടെ ഇതെല്ലാം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതികരിച്ചു പോവും. അത്തരത്തിലുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പങ്കുവെക്കുന്നത്. എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല, കാരണം എല്ലാം ആ സഹോദരൻ തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ കൂടി എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എൻ്റെ ചാനലിൽ കൂടി നിങ്ങളും ഒന്ന് ഈ കാര്യങ്ങളെല്ലാം, കുറച്ച് കാര്യങ്ങളെല്ലാം ഒന്ന് അറിയണം എന്നുള്ളൊരാഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഞാനും ഇത് റിയാക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പയ്യൻ ആ വീഡിയോ കണ്ടിട്ട് അതേ സ്ഥലത്ത് തന്നെ തെന്നു. കാരണം തന്തയ്ക്ക് പറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ വെല്ലുവിളിച്ചാൽ അവിടെ തന്നെ ചെല്ലും. എന്തായാലും ഇസ്രയേലിൽ ചെന്നു. ആ സ്പോട്ടിൽ നിന്നുകൊണ്ട് ഒരു 3 മണിക്കൂർ അവിടെ ചെലവഴിച്ചു. അമ്മായി വരികയാണെങ്കിൽ ചെവിക്കല്ലടിച്ച് പൊളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പം ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഈ ഒരു ഒന്നാം തരം നാസ്തികൻ എന്നാണ് ഇപ്പൊ പറയുന്നത്. പക്ഷെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഇവൻ നാസ്തികനാണെന്നുണ്ടെങ്കിൽ എല്ലാ മതത്തിന്റെയും വിശ്വാസങ്ങളെ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളെ കുറിച്ചിട്ട് പറയണം. പക്ഷെ ഇവൻ പറയുന്നത് ഇസ്ലാം മതത്തെ കുറിച്ച് മാത്രമേ ഉള്ളൂ. കാരണം സ്വന്തം ഉമ്മയ്ക്കും വാപ്പയ്ക്കും പോലും വേണ്ടാത്ത ഒരു പാഴ് ജന്മമായിട്ടുള്ള ഈ ഒരു നാറി ഇസ്രയേലിലേക്ക് പോയപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഡൗട്ട്. കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ജൂതരാഷ്ട്രമാണ്, ഒരു മതരാഷ്ട്രമാണ്. അപ്പൊ ആ മതരാഷ്ട്രത്തിലേക്ക് ഇവൻ പോകണമെന്നുണ്ടെങ്കിൽ ഇവൻ ഒന്നില്ലെങ്കിൽ ജൂതനായിരിക്കണം, അതല്ലെങ്കിൽ ഇവൻ ജൂതന്റെ ആശയങ്ങളെ പിൻപറ്റുന്നവനായിരിക്കണം. അതുകൊണ്ടാണ് ഇവൻ അവിടെ പോയത്. അപ്പൊ ഇനി ഇവിടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ചില അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. കൂട്ടത്തിൽ അവർ ഈ മുസ്ലിം നാമധാരി ആയിട്ടുള്ള ഇവന്റെ പേര് കണ്ടപ്പോഴത്തേക്ക് ഇവനെ വിളിച്ച് ഒരു റൂമിൽ കയറ്റിയിട്ട് ഇവന്റെ വാപ്പാടെ ഉപ്പാപ്പാടെ ഒക്കെ പേര് ചോദിച്ചു. ഇവൻ കൊടുത്ത മറുപടി എന്താണെന്നും കൂടെ നമ്മൾ കേൾക്കണം. സത്യത്തിൽ എന്തിനാടാ ഊളെ നീ ഈ പേരും കൊണ്ട് നടക്കുന്നത്? കാരണം ഈ പേരിനോട് നിനക്ക് താല്പര്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ ലോക രാജ്യങ്ങൾ മുഴുവൻ ഇസ്ലാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇസ്ലാം പേരുകൾ തീവ്രവാദത്തിന്റെ ആണെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഈ പരമനാറിയൊക്കെ എന്തിനാണ് ഈ പേരും വെച്ചുകൊണ്ട് നടക്കുന്നതെന്നാണ് എന്റെ ഒരു ചോദ്യം. ഈ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണുക. ഈ വൃത്തികെട്ട നാറിയുടെ അണ്ണാക്കിൽ അടിക്കുന്ന മറുപടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കൊടുക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും വീഡിയോ ഒന്ന് കാണാം. എല്ലാവർക്കും നമസ്കാരം. ഇസ്രായേലിൽ വന്നിട്ട് ഏതാണ്ട് ഒരാഴ്ച ആയി. പക്ഷെ ഇത്രയും ദിവസം ഓട്ടത്തിലായിരുന്നു എന്ന് പറയാം. അതായത് കുറേ മീറ്റിങ്ങും കാര്യങ്ങളും, പിന്നെ പല ആളുകളെ കാണുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതൽ നടന്നിരുന്നത്. പിന്നെ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല, ഒരു ടീം ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങൾ കൂടുതൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ, നമ്മൾ കണ്ട കാര്യങ്ങൾ അത് പറയാൻ ഉള്ള അവസരം വളരെ കുറവായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഒഴിവൊക്കെ കിട്ടിയപ്പോൾ ഞാൻ അതൊന്ന് റെക്കോർഡ് ചെയ്യാം എന്ന് വിചാരിച്ചു. ഇന്ന് അത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഇസ്രായേലിലേക്ക് ഇന്ത്യയിൽ നിന്നും ആദ്യമായിട്ടൊന്നുമല്ല ആളുകൾ വരുന്നത്. ഞാൻ ആദ്യമായിട്ട് വന്ന ആളുമല്ല. ഇവിടെ ഒരുപാട് ആളുകൾ, മലയാളികൾ ഇഷ്ടംപോലെ ഇവിടെ ഉള്ളൊരു സ്ഥലമാണ്. മറ്റുള്ള ഇന്ത്യക്കാരും ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. വന്ന് യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ കാണുന്നു എന്ന് വരുമ്പോൾ ഒരു വ്ളോഗർ എന്നുള്ള രീതിയിലല്ല ഞാനിവിടെ കാര്യങ്ങൾ കാണുന്നത്. എന്ന് വെച്ചാൽ വ്ളോഗർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് സ്ഥലങ്ങൾ കാണുക, അത് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിൽ ഇവിടെ വരുന്ന പല ആളുകളുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹിച്ച് ഹൈക്കിംഗ് നൊമാഡിനെ പോലെയുള്ള ആളുകൾ, അവർ കാണുന്ന കണ്ണുകൊണ്ട് കാണുക എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയിലിരിക്കുമ്പോഴാണെങ്കിലും ആൻറ്റി സെമിറ്റിസം എന്ന് പറയുന്നൊരു വിഷയം, അതായത് വർദ്ധിച്ചു വരുന്ന ജൂതവിരുദ്ധത, അതിനെ കുറച്ച് കാണുക, അല്ലെങ്കിൽ സംഭവിച്ചു പോയിട്ടുള്ള കാര്യങ്ങളെ ലഘൂകരിച്ച് അതിനെ വിശദീകരിച്ച് കൊടുത്തുകൊണ്ട് ആളുകളിൽ അതിൻ്റെ എന്താണ് ആ സംഭവം ഉണ്ടായത് എന്ന് പോലും തിരിച്ചറിയാനുള്ള അവസരം നിഷേധിക്കുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് സജി മാർക്കോസിനെ പോലെയൊക്കെയുള്ള ആളുകൾ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെയുള്ള മറുപടിയൊക്കെ നമുക്ക് വേറെ തരാം, സമയം കിട്ടാത്തതുകൊണ്ടാണ്. വർദ്ധിച്ചു വരുന്ന ഒരു ഇസ്ലാമിക് റാഡിക്കലൈസേഷൻ എന്ന് വെച്ചാൽ ഇസ്ലാമിക ഭീകരവാദം, അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലേക്ക് നമ്മളാലാവുന്ന ചില കോൺട്രിബ്യൂഷൻസ് അതും കൂടി കൊടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇവിടെ വരുമ്പോൾ നമ്മൾ കാണാൻ ശ്രമിക്കുന്നത് അതുമായി കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കാനുണ്ട്. അതിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ഒരു മതരാഷ്ട്രമാണ്, ഒരു ജൂതരാഷ്ട്രമാണെന്ന് പറയുമ്പോൾ പോലും ഒരു മതത്തിൻ്റേതായിട്ടുള്ള ശബ്ദമൊന്നും നിങ്ങൾക്ക് ഇവിടെ കേൾക്കാനില്ല. പിന്നെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സ്ട്രേ ഡോഗ്സ്, നമ്മളുടെ തെരുവ് നായ്ക്കളും ഇവിടെ ഇല്ല. ഇവിടെ ഉള്ളത് മുഴുവൻ, കണ്ടത് മുഴുവൻ വളർത്തുന്ന നായ്ക്കളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കൊണ്ടുവരുന്ന ഒരു പാർക്ക് തൊട്ടടുത്തുള്ളതുകൊണ്ട് പകൽ മുഴുവൻ അവിടെ നിന്നുള്ള ശബ്ദമാണ്. അവർ മനസ്സമാധാനത്തോടു കൂടി ഒന്ന് കുറയ്ക്കുന്ന സമയമായതുകൊണ്ട് അത് നമുക്ക് തൽക്കാലം ക്ഷമിക്കാം. നിങ്ങളും ക്ഷമിക്കണമെന്ന് ആദ്യമേ ഒന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മാഹിൻ എന്ന നൊമാഡ്, ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തന്നെ പോയിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. അത് ഞാൻ വരുന്നതിന് ഏതാണ്ടും ഒരു 1-2 ആഴ്ച മുന്നെയാണ് ഈ ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് കൊളുത്തിവിട്ട കുറേ കാര്യങ്ങൾ ഇവിടെ വലിയ ചർച്ചയായിരുന്നു. ഇവിടെ വന്നു, പുള്ളിയെ എല്ലാവരും കൂടി എന്തോ തടഞ്ഞു വെച്ചു, ആകെ പ്രശ്നമായി. 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ചോദ്യം ചെയ്തു, അദ്ദേഹത്തിൻ്റെ ബാഗേജ് മുഴുവൻ കുത്തിപ്പറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ.
ഏത് എയർപോർട്ട് വഴിയാണോ ആൾ ഇവിടേക്ക് വന്നത് അതേ എയർപോർട്ട് വഴി തന്നെയാണ് ഞാനും വന്നത്. ഇതിലിപ്പോൾ നല്ലതായിരുന്നു എന്നുള്ളതാണ് നമ്മളുടെ വ്യത്യാസം. എന്ന് വെച്ചാൽ മുസ്ലിമായിട്ട് വരുന്ന ഒരാൾ പേര് മുസ്ലിമാണ് എന്നുണ്ടെങ്കിൽ സംശയിക്കപ്പെടാനും ചോദ്യം ചെയ്യപ്പെടാനും അതുപോലെ തന്നെ ചൂഴ്ന്ന് അന്വേഷിക്കപ്പെടാനുമുള്ള എല്ലാ സാഹചര്യവും ഇന്ന് ഈ ലോകത്ത് ഉണ്ട്. ഈ രാജ്യത്ത് മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഇരകളാണ് സത്യത്തിൽ നമ്മളൊക്കെ. മുസ്ലിങ്ങളായിട്ട് പറഞ്ഞ എല്ലാ ആളുകളും, അറബി നാമവുമായി കൊണ്ട് നടക്കുന്ന എല്ലാ ആളുകളും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണിത്. ഇതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ചിലപ്പോൾ തീവ്രവാദിയോ അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കാം. പക്ഷേ നിങ്ങളുടെ മതം പേർന്ന് നിങ്ങളെപ്പോലെ പേര് കൊണ്ട് നടക്കുന്ന ആളുകൾ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അത് എണ്ണം പറഞ്ഞ സാധനങ്ങളൊന്നുമല്ല. ഇവിടെ US സിറ്റിസൺ ആയിട്ടുള്ള ആൾ, അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതലൊന്നും ചോദിക്കാനില്ലല്ലോ. ചോദിച്ചാൽ അത് വേറെ രീതിയിലേക്ക് പോകുന്നത് കൊണ്ട് കൂടുതലൊന്നും പറയാതെ ആൾ അകത്തേക്ക് കയറ്റി വിട്ടു. പിന്നെ നമ്മൾ കാണുന്നത് 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം ആൾ കത്തിയെടുത്ത് ഇവിടെ പല ആളുകളെയും വെട്ടയും കുത്തയും വെടിവെച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത്. അങ്ങനെ നടന്ന് പരിക്ക് പറ്റി ഒരാൾ കൊല്ലപ്പെട്ടു എന്നാണ് എൻ്റെ ഓർമ്മ. കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും അങ്ങനെ ഒരു അക്രമ സംഭവം ഉണ്ടായി. അത് ബാപ്പായുടെ പേര്, ഉമ്മയുടെ പേര്, പിന്നെ വെല്ലുപ്പാൻ്റെ പേര്, ഇതൊക്കെ നമ്മളോട് ചോദിച്ചു. വെല്ലുപ്പാൻ്റെ പേര് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്ന് ആലോചിച്ചു. ഇതുവരെ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിനിടയിൽ ഞാൻ ഒരു തവണ പോലും വെല്ലുപ്പാൻ്റെ പേര് പറയേണ്ടി വന്നിട്ടില്ല. പക്ഷേ പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഒന്ന് ബയർത്തു. ഇനി അതിൻ്റെ പേരിൽ പ്രശ്നമാവണ്ട ആയാലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ചൊന്ന് ആലോചിച്ചെടുത്തു. പിന്നെ എളുപ്പമായിരുന്നു. കാരണം ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൻ്റെ അവസാനം TM എന്നാണ്. ഇപ്പോൾ ആരിഫ് ഹുസൈൻ TM എന്നുണ്ട് പേര്. അതായത് ആരിഫ് ഹുസൈൻ തെരുവത്ത് മുഹമ്മദ്. വാപ്പാൻ്റെ പേര് മുഹമ്മദ് TM എന്നാണ്. അപ്പോൾ വാപ്പാൻ്റെ പേരിൻ്റെ ആ TM M എന്ന് പറയുന്നത് വെല്ലിപ്പാൻ്റെ പേരാണ്. അത് മൊയ്തുണ്ണി എന്നാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പോകാനുള്ള എളുപ്പമുള്ളതുകൊണ്ട് പെട്ടെന്ന് ഓർമ്മ വന്നു അത് പറഞ്ഞു. പക്ഷേ എന്നാലും ഒന്ന് വേർത്ത് പോയി അറിയാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ആകാംക്ഷ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാണ്, മുസ്ലിമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, എക്സ് മുസ്ലിം ആണെന്ന് പറഞ്ഞു. ഓ, എക്സ് മുസ്ലിം, അതും തൊട്ടാ സാധനം ബിരിയാണി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, എക്സ് ബിരിയാണി എന്ന് ആദ്യമായിട്ട് കേൾക്കുകയാണ് എന്ന് ജൂതൻ പോലും എന്നോട് ചോദിച്ചു. ഇതാണ് അവസ്ഥ. അങ്ങനെ അത് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, അപ്പോൾ നിങ്ങളിപ്പോൾ എന്താണ് വിശ്വസിക്കുന്നത്, നിങ്ങൾ ഹിന്ദു ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദു മതത്തിൽ ഒന്നും വിശ്വസിക്കുന്നില്ല, എനിക്കിപ്പോൾ ദൈവങ്ങളൊന്നുമില്ല, ഞാനൊരു ഏത്തീസ്റ്റാണ്, ഒരു നിരീശ്വരവാദിയാണ്, അല്ലെങ്കിൽ ഒരു നിരീശ്വരനാണെന്ന് പറഞ്ഞു. ഈശ്വര വിശ്വാസമില്ല, ഈശ്വരന്മാർ വേണമെന്ന് ചിന്തിക്കുന്നുമില്ല, അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് എന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞു കൊടുത്തു. അവരുടെ വഴിക്കിനോട് ചോദിച്ചത്, എന്നാൽ പിന്നെ നിങ്ങൾക്ക് ജൂതമതത്തിൽ ചേർന്നൂടെ എന്ന് ചോദിച്ചു. ജൂത മതവിശ്വാസി ആയിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആലോചിച്ചു, ചോദ്യത്തിൽ ഒരു കഴമ്പില്ലാതെ ഇല്ല. അവൻ ജൂതനോ ക്രിസ്ത്യാനിയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എന്തിനാ ഇങ്ങനെ വിളിച്ചോതുന്നത്, ആരാണ് അന്വേഷിക്കുന്നത്, ആരാണ് ചോദിച്ചത്, അതാണ് ഇവിടെ ചോദ്യം വരുന്നത്. അതാണ് ഈ വേട്ടാവളിയന് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ഇവന് ആരാണ്? ഇവന് ജൂതനായി, അല്ലെങ്കിൽ തെമ്മാടിയായി, അല്ലെങ്കിൽ എന്തോ ആയി, ആർക്കും ഇവിടെ ഛേദമില്ലാലോ. നീ എങ്ങനെ ആയാലോ, നീ മറ്റേ സഹോദരൻ പറഞ്ഞ പോലെ ജൂതൻ അമ്മായിനെ തേടിപ്പോയതാണെന്ന് പറയുന്നുണ്ട്. നീ ആരെ വേണമെങ്കിലും തേടിപ്പോയിക്കോ. അതൊക്കെ എന്തിനീ പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്നിരുന്ന് ഇങ്ങനെ കൊണാന്ന് ഇങ്ങനെ പറയുന്നത്? നിന്റെ സംഖ്യകൾക്ക് വരെ നാണക്കേടാണല്ലോടേ. ഇത്തരത്തിലുള്ള നിന്റെ ഓരോ വീഡിയോസ് കാണുമ്പോൾ അവർക്ക് വരെ നാണക്കേട് ഉളവാക്കുന്ന കാര്യങ്ങളാണ് ഓരോന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. സംഖ്യകളെല്ലാം ഒന്ന് കാണണം ഇത്. അവൻ്റെ വാലാട്ടി പട്ടികളുണ്ട് കുറച്ച്. അവൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് ഓരോ സമയം ഓരോ അവസരത്തിനൊത്തിട്ട് മാറി കളിക്കുന്നതാണ്. മറ്റേ സഹോദരൻ പറഞ്ഞ പോലെ എനിക്ക് പച്ചക്ക് അങ്ങനെ തെറി വിളിക്കാൻ എനിക്ക് കഴിയുന്നില്ല. പിന്നെ പറയുന്നുണ്ട് തെറി വിളിക്കലല്ലാലോ, അതൊക്കെ ശരി തന്നെയാണ്. ആരും ഇങ്ങനെ ഖുർആൻ്റെ ഇത് എടുത്ത് നിവർത്തി വെച്ചിട്ടല്ല. നമ്മളെ അറിവ് നമ്മൾക്ക് ഉപകരിക്കും എന്നുള്ളതാണ്. ഇതിനായിട്ട് ഒരുങ്ങി തിരിച്ചവരാണ് കുറച്ച് ഇവനെ പോലെയുള്ള ബായിൽ വരുന്നില്ല അമ്മാതിരി സാധനങ്ങൾ. അപ്പോൾ അതിനെതിരെ ഇങ്ങനെ നമ്മളിപ്പോൾ എത്ര ഖുർആൻ സൂക്തങ്ങളായിക്കോട്ടെ, ഖുർആൻ്റെ ഓരോ ആയത്തുകളായിക്കോട്ടെ, നമ്മളിങ്ങനെ എടുത്ത് വിവരിച്ചു കഴിഞ്ഞാലും അതിനെതിരെ ഉണ്ടാവും ഇവനെ പോലെയുള്ളവർക്ക് പ്രതിഷേധിച്ചിട്ട് വിപരീത വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് പറയാനായിട്ട്. അപ്പം നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും, അവൻ്റെ സംഖ്യകളോടാണ് പറയുന്നത്, നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ പറയും അവൻ്റെ പൊട്ടും പൊടിയും ഉസ്താദിൻ്റെ പൊട്ടും പൊടി വീഡിയോ എല്ലാം അത് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. അവന് എന്താണോ അവൻ്റെ അടുത്ത് വന്ന ഫോൾട്ട്, അവൻ എന്ത് വീഡിയോ ആണോ പ്രചരിപ്പിക്കുന്നത് അതെടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ റിയാക്ടിങ് ചെയ്യാനും പോകുന്നത് കേട്ടോ. അവനക്ക് ചെയ്യാമെങ്കിൽ പിന്നെ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? അവൻ്റെ കോളിംഗ് എല്ലാം സ്ക്രിപ്റ്റാണ്. അവനക്കെല്ലാം ആവാം, നമ്മൾക്ക് ഒന്നും ആവാൻ പറ്റൂല എന്നുള്ളതാണ്. അത് എവിടുത്തെ ന്യായമാണ്? അതുകൊണ്ട് ഇനിയും തുടരി ഇത്തരത്തിലുള്ള വീഡിയോസ് അവന് പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ജനങ്ങൾ റിയാക്ട് ചെയ്യും.
അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും കേട്ടോ. ഇത് ഇവിടം കൊണ്ട് അവസാനിക്കൂല. അവന് ഇടുന്തോറും എല്ലാവരും അത് റിയാക്ട് ചെയ്യും. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.